കാസർഗോഡ് കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധിക്ക് വേണ്ടി കിണർ കുഴിച്ച സംഭവത്തിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഇന്ന് പരാതി നൽകും. സംരക്ഷിത മേഖലയിൽ അതിക്രമം കാണിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാവും പരാതി. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഉൾപ്പെടെ 5 പേരാണ് കേസിലെ പ്രതികൾ. വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നു. സരീഷ്, ഈ വിഷയത്തിൽ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയുള്ള ഒരു കേസാണ് എടുത്തിരിക്കുന്നത്? ആർക്കൊക്കെ എതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ഇന്നലെ വൈകിട്ടാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാവുന്നത്. സംരക്ഷിത മേഖലയാണ് പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ആർക്കാടി കോട്ടയിൽ അനധികൃതമായി കടന്ന് കുഴിയെടുത്തു എന്ന രീതിയിൽ മാത്രമായിരുന്നു ഇന്നലെ കേസെടുത്തത്. ഇന്നലെ 5 പേർക്കെതിരെയാണ്, അതായത് മൊഗ്രാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, പാലക്കുന്ന് സ്വദേശി CA അജാസ്, ഒപ്പം മൊഗ്രാൽ പുത്തൂർ സ്വദേശി KA അഷ്റഫ്, ഒപ്പം ഉളിയാർ സ്വദേശി മുഹമ്മദ് ഫിറോസ്, നീലേശ്വരം സ്വദേശി സഹദുദ്ദീൻ, ഇത്രയും പേർക്കെതിരെയാണ് ഇന്നലെ കേസെടുത്തത്. പക്ഷേ ഇന്നലെ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയല്ല ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ടോടെ തന്നെ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ അത്തരത്തിൽ നിസ്സാര വകുപ്പുകൾ ചുമത്താനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പ് തന്നെ ഈ പരാതി നൽകാൻ ഒരുങ്ങുന്നത്. അവർ പറയുന്നത് സംരക്ഷിത മേഖലയാണ്, പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിൽ പഴയ കാലത്തെ ഏതെങ്കിലും രീതിയിലുള്ള വസ്തുക്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഒരു സ്ഥലമാണ്. അത്തരത്തിലൊരു സ്ഥലത്ത് അനധികൃതമായി കയറുകയും അതോടൊപ്പം തന്നെ കുഴിയെടുക്കുകയും ചെയ്തു എന്ന കൃത്യമായി തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു എന്നുള്ള ചോദ്യമാണ് പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യണം എന്ന ഒരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും 11 മണിയോടെയാകും ഈ പരാതി നൽകുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സരീഷ് പി കെയാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.